വി.എസ്. രഞ്ജിത്ത്, ദുരിതബാധിതരെ എത്രയും വേഗം പുനരധിവസിപ്പിക്കുക, അതാണ് നമ്മൾക്ക് ഇനി ചെയ്തു കൊടുക്കാനുള്ള കാര്യം. അതിന് വിവിധ സംഘടനകൾ, സർക്കാർ സംവിധാനങ്ങളെല്ലാം കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ദുരന്തമുണ്ടായി 1 വർഷമാവുകയാണ് ഈ 30-ാം തീയതി ആകുമ്പോൾ. ഇതുവരെ എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു? എവിടെയൊക്കെയാണ് കാലതാമസം വന്നിരിക്കുന്നത്? സുജി, ഇതിനെ നമുക്ക് 2 ഘട്ടങ്ങളായി തിരിച്ചാൽ, ഒന്ന് ഇവിടെ വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. അതിപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകൾ സർക്കാർ ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. സർക്കാർ അത് ക്ലസ്റ്ററുകളായി ഉണ്ടാക്കി തുടങ്ങുന്നു. അപ്പോൾ സർക്കാരിൻ്റെ വീട് നിർമ്മാണം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. സർക്കാർ വീട് ഉണ്ടാക്കാനും കാലതാമസം എടുത്തു എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെയാണ് സേവാഭാരതി, അതുപോലെ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും അവരുടെ ഭാഗത്തു നിന്നും വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ദീപക് മോഹൻ സൂചിപ്പിച്ച പോലെ ഓട്ടോമൊബൈൽ അവരുടെ അസോസിയേഷൻ വീട് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ 410 വീടുകൾ സർക്കാർ ഉണ്ടാക്കുമ്പോൾ 110 കുടുംബങ്ങൾ അവർക്ക് സർക്കാരിൻ്റെ കീഴിൽ വീടുകൾ വേണ്ട എന്ന് പറയുകയും അവർ സർക്കാരിൽ നിന്ന് 15 ലക്ഷം രൂപ ധനസഹായം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവർ അവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് മറ്റെവിടെയെങ്കിലും വീട് വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന വീടുകൾ അവർ ഏറ്റെടുക്കുമെന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് അവരുടെ ഉപജീവനം എന്നുള്ളതാണ്. ഈ ഉപജീവനത്തിൻ്റെ കാര്യത്തിൽ 2 ലക്ഷം രൂപയുടെ ഉപജീവനത്തിനു വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പ് പദ്ധതികൾ തുടങ്ങാം എന്നുള്ള ഒരു പദ്ധതി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന, കടമുറികൾ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു നഷ്ടപരിഹാരവും കൊടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അതുപോലെ ജോൺ മത്തായി റിപ്പോർട്ട് പ്രകാരം ഒരു അതിർത്തി നിശ്ചയിച്ചിരുന്നു. ആ അതിർത്തിക്കപ്പുറത്ത് ആളുകൾക്ക് താമസിക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ആ അതിർത്തിയും ഒലിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ആ അതിർത്തിക്ക് അപ്പുറത്ത് താമസിക്കുന്ന ആളുകളും സുരക്ഷിതരല്ല. പടവട്ടിക്കുഴിയിൽ താമസിക്കുന്ന 29 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ സുരക്ഷിതരല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അതോടൊപ്പം ഈ സർക്കാരിൻ്റെ വാടക ഇപ്പോഴും പലർക്കും ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നുണ്ട്. അപ്പോൾ എത്ര കാലം ഇനി വാടക വീട്ടിൽ താമസിക്കേണ്ടി വരും, എത്ര കാലം ഇവർക്ക് 300 രൂപയുടെ ധനസഹായം ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആശങ്ക നിലനിൽക്കുന്നു. ഏതായാലും ആശ്വാസകരമായ കാര്യം 410 കുടുംബങ്ങൾക്കുള്ള വീടുകൾ നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്.